ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ, ബിഗ് ബോസിനെ പറ്റിയിട്ട് തന്നെയുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സാധാരണ ബിഗ് ബോസ് അനാലിസിസ് വീഡിയോസ് ചെയ്യുമ്പം ഞാൻ ആ എപ്പിസോഡുകൾ ഫുള്ള് കണ്ടിട്ട് ഓരോ ആൾക്കാരെയും അവർ ചെയ്ത കാര്യങ്ങളും ഒക്കെ മാക്സിമം ഇമ്പാർഷ്യലായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ജാസ്മിൻ്റെ PR വർക്കറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഗെയിം കാണുമ്പം അതിലെ ആൾക്കാരെ ഗെയിമേഴ്സായിട്ട് കാണാനും അവർ ചെയ്യുന്ന ഗെയിമിനെ അനലൈസ് ചെയ്യാനുമാണ് ഞാൻ സാധാരണ ശ്രമിക്കാറ്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു കമൻറ്റിനെ റിലേറ്റ് ചെയ്തും അതുപോലെ തന്നെ ഇതുവരെ ഇപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ സീസൺ 50 എപ്പിസോഡ്സ് ആകാൻ വേണ്ടി പോകണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അതിൽ നടന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓഫ് കോഴ്സ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജാസ്മിനെ പറ്റിയിട്ട് തന്നെയാണ്. സോ ഈ കമൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ജാസ്മിൻ്റെ PR ഒന്നുമല്ല, കാരണം എനിക്ക് ജാസ്മിനെ പേഴ്സണലി അറിയത്തില്ല. അവരിനകത്ത് നല്ലൊരു എക്സലൻറ്റ് ഗെയിമറാണ് ജാസ്മിൻ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ജാസ്മിനും ജിൻഡോയും ഒക്കെ അല്ലാതെ അതിനകത്ത് ഒരു ഗെയിം ബിഗ് ബോസ് ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പരദൂഷണം പറയുന്നു, ചുമ്മാ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ മറ്റുള്ളവർ അതിനകത്ത് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു സീസണിനെ പറ്റി പറയുമ്പോൾ, ബിഗ് ബോസിലെ ഗെയിമിനെ പറ്റി പറയുമ്പം സംസാരിക്കാനുള്ള ഒരു കണ്ടസ്റ്റൻസിൽ വളരെ ആകെ 18, ഇപ്പം സിജോ കൂടെ വന്നപ്പോൾ 19 കണ്ടസ്റ്റൻസ് ആയി. അതിൽ നമുക്ക് വിരലിലെണ്ണാവുന്ന കണ്ടസ്റ്റൻസ് മാത്രമേ, നമ്മളൊരു 3-4 കണ്ടസ്റ്റൻസേ അതിനകത്തൊരു ആക്റ്റീവായിട്ട് ഗെയിം കളിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ അതിലൊരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ പലപ്പോഴും അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ജാസ്മിനെ പറ്റി പറയാറ്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് ജാസ്മിൻ്റെ ഗെയിമിനെ പറ്റിയിട്ടല്ല കേട്ടോ. ഓഫ് കോഴ്സ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോയിലേക്ക് വരുന്ന പല ആൾക്കാർക്കും പറഞ്ഞല്ലോ, അതിനകത്ത് പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായിട്ടുള്ള ഫെയിം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഫെയിം കിട്ടിയതിന് ശേഷം ബിഗ് ബോസിന് പുറത്തേക്ക് ഇറങ്ങി റിയൽ ലൈഫിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിച്ച ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ സീസൺ 6 ഏറ്റവും അധികം അതുപോലുള്ളൊരു പ്രോബ്ലം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരാൾ ജാസ്മിനാണ്. അപ്പം ഞാൻ ഇന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, എന്തുകൊണ്ടാണ് ജാസ്മിന് പുറത്തും അകത്തും ഇത്രയധികം ഹെയ്റ്റ് കിട്ടാനായിട്ടുള്ള കാരണം. സോ അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ജാസ്മിൻ കണ്ടസ്റ്റൻ്റായി വന്നിരിക്കുന്നത് മലയാളം ബിഗ് ബോസിലാണ്. അതാണ് ഫസ്റ്റ് തിങ്. നമ്മൾ മലയാളികൾക്ക് മറ്റൊരാൾ നല്ല കാര്യം ചെയ്യുന്നതോ, അവർ കുറച്ച് ഉയർന്നു വരുന്നതോ, അവർ ആക്റ്റീവായിട്ട് നിൽക്കുന്നതോ, ഇപ്പം ബിഗ് ബോസിൽ വന്നിട്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നതോ ഒന്നും അങ്ങോട്ട് കണ്ണിൽ പിടിക്കത്തില്ല. അത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ആ ഒരു മുഖ്യധാരയിലേക്ക് വരുന്നത് ഒരു സ്ത്രീ കൂടിയാണെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു മൈനോറിറ്റിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഈ പറയുന്ന കണ്ണുകടി ഇച്ചിരി കൂടും. അപ്പോൾ ആ ഒരു ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ജാസ്മിനോട് ഹെയ്റ്റ് കൂടുതലും ആൾക്കാർ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു റീസണായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ജാസ്മിനോട് ഗെയിം കളിക്കാത്തത് കൊണ്ടൊന്നുമല്ല. ഓഫ് കോഴ്സ് അതിനകത്ത് കുറച്ച് ഹൈജീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ഇഷ്യൂസ് പറയുന്നുണ്ട്. ഐ അഗ്രി വിത്ത് ദാറ്റ്. ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ളൊരു ഷോ ഒരുപാട് ആൾക്കാരെ, സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ഓഫ് കോഴ്സ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്. ഹൈജീൻ വേണം, നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സൊക്കെ വേണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ജാസ്മിൻ ഈ ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം പുറത്ത് കുറച്ച് ആൾക്കാർക്ക് എന്തോ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ്. കുറേ ചേച്ചിമാരി മൈക്കും തൂക്കി പിടിച്ച് ജാസ്മിൻ്റെ വീടിനടുത്തൂടെ നടക്കുന്നു. അയലോക്കംകാരുടെയൊക്കെ ജാസ്മിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ അതിനകത്തൊക്കെ അവർ കുത്തി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ജാസ്മിൻ എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ്, പ്രത്യേകിച്ച് ജാസ്മിൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമുക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കാണാം, സിംഗിൾ റിലേഷൻഷിപ്പ് കാണാം, അതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ബിഗ് ബോസിൽ കഴിഞ്ഞൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മോഹൻലാൽ വരെ വന്ന് ചോദിക്കുന്നൊരവസ്ഥയുണ്ടായി. അപ്പം അതിനകത്ത് മോഹൻലാൽ കൊടുത്ത എക്സ്പ്ലനേഷൻ, നിങ്ങളൊരു ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുമ്പോൾ, ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നടക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു ഇത് മാനിച്ചാണ് അവരോട് ചോദിക്കുന്നതെന്ന്. പക്ഷെ ശരിക്കും അങ്ങനെ പ്രേക്ഷകർക്ക് അറിയേണ്ടതുള്ളത് കൊണ്ട് മോഹൻലാൽ ചോദിക്കേണ്ടതോ, അല്ലെങ്കിൽ ഗബ്രിയോടും ജാസ്മിനോടും എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് ചോദിക്കേണ്ടതോ ഉണ്ടോ? ഇല്ല. അത് അവരുടെ പേഴ്സണലി ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു മനുഷ്യന് ഒരു ഫ്രീഡം ഉണ്ട്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ
ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നു അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതുപോലെ വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പബ്ലിക്കിന് മുമ്പിൽ അവർക്ക് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതായിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് അവരതിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമില്ല. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതീതമൊന്നും അല്ലല്ലോ. അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട്, ഈ പറയുന്ന ഫിസിക്കൽ അസോൾട്ട് ആണെങ്കിലും പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ജസ്റ്റേഴ്സ് ആണെങ്കിലും വേർഡ്സ് ആണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മുടെ ലോയെ ബഹുമാനിച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇവർക്ക് ഈ ഷോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് തരുന്ന ഒന്നാണെങ്കിൽ എന്തിനാണ് അവരങ്ങനെ ഒരു കാര്യം ചോദിച്ചത്, അല്ലേ? അപ്പം അത് ചോദിച്ചത് ഉദ്ദേശം മറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഈ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വമ്പൻ കോർപ്പറേറ്റ് ആണ്. സോ അവരെന്ന് പറയുന്നത് ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ ആർക്കും നല്ലത് വരുത്താനോ അല്ലെങ്കിൽ അവർക്ക് ഫെയിം ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നുമല്ല. അവർക്ക് ഇതിനകത്ത് നടക്കുന്ന നമുക്ക് മലയാളികൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ പേഴ്സണലായിരിക്കുന്ന സമയത്ത് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, എന്ത് സംസാരിക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ അത് നമുക്കറിയാനുള്ള ആ ഒരു ആഗ്രഹത്തിനെ, ആ ഒരു ത്വരയെ, നമ്മുടെ ആ ഒരു ഫീലിങ്ങിനെ മുതലെടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു മൂവ്, അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുക, റേറ്റിംഗ് കൂട്ടുക, ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു വമ്പൻ കോർപ്പറേറ്റിൻ്റെ ഒരു ചിന്താഗതി മാത്രമാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെ പറ്റിയാണെങ്കിലും അവർക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ഒരു നിസ്സഹായാവസ്ഥയിലാണ്. അതിനകത്ത് നിൽക്കുന്ന ഒരാൾക്ക് പുറത്ത് നടക്കുന്ന എന്താണെന്നും അറിയില്ല, അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം, അകത്തു നിന്ന് തന്നെ പുള്ളിക്കാരിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളൊരു ഐഡിയയും ഇല്ല. അപ്പം ആ ഒരു ഇത് മുതലാക്കി ആവശ്യമുള്ളതും ഇല്ലാത്തതും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു, റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചോളം വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അതൊരിക്കലും പബ്ലിക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതിനകത്ത് ഇപ്പം ജാസ്മിന് തിരിച്ചു വരുമ്പോഴത്തേക്കിനും കുറേ അധികം ഫ്രണ്ട്സിനെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം വളരെ ക്ലോസ് ആയിരുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ, അവൾ സംസാരിച്ച ഫോൺ റെക്കോർഡ്സ്, പിന്നെ കുറച്ച് മെസ്സേജുകൾ എല്ലാം കുറേ ആൾക്കാർ ലീക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവർ ഈ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്ത് മുതലാക്കി അവർക്ക് കുറച്ച് ഫെയിം, വ്യൂസ് കിട്ടാനുള്ള ഒരു വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് അത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടും ഈ ലൈവിനകത്താണെങ്കിലും അല്ലാതെ ഈ യൂട്യൂബിലൊക്കെ കിടക്കുന്ന ബിഗ് വീഡിയോസ് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ആണെങ്കിലും ഉള്ള കമൻറ്റ് കണ്ട ദൈവമേ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരിക്കലും പേഴ്സണലി അറിയാൻ പറ്റത്തില്ലാത്ത കുറച്ച് ആൾക്കാരെ ഇതുപോലൊരു ഗെയിം ഷോയിൽ അവർ പെരുമാറുന്നത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അതൊക്കെ ചിലപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നാൽ ഇതിലും മോശപ്പെട്ട രീതിയിലായിരിക്കും നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ അവരവിടെ ചെയ്യുന്ന ഒരു കാര്യം വെച്ച് അവരുടെ റിയൽ ലൈഫിൽ അവരെങ്ങനെയായിരിക്കും എന്നൊക്കെ അസ്യൂം ചെയ്ത് ചുമ്മാ അവരെ ചീത്ത വിളിക്കാനൊക്കെ നിങ്ങൾക്ക് ആരാ അധികാരം തരുന്നത്? അപ്പോൾ അത് ആക്ച്വലി ഒരു ക്രൈമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാസ്മിൻ ചായയിലേക്ക് തുമ്മി അത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ ടോയ്ലറ്റിൽ ചെരുപ്പില്ലാതെ പോയിട്ട് സോഫയിലൊക്കെ കയറിയിരിക്കുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജെനുവനായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അത് ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടല്ല. എനിക്ക് ഇതിനകത്ത് ഭയങ്കര രസമായിട്ട് തോന്നിയ കാര്യം എന്താണെന്നറിയോ? ഇപ്പം ഈ പറയുന്ന ജാസ്മിൻ ഇതുപോലത്തെ അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പം ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തത് ആ ഒരു ആക്ഷനെ അല്ല, പകരം ജാസ്മിൻ്റെ ചുണ്ട് എങ്ങനെയാണ്, ജാസ്മിൻ ഇങ്ങനെയാണ്, ജാസ്മിൻ്റെ പുറത്ത് 5-6 കാമുകന്മാരുണ്ട്, അതൊക്കെയാണ്. ഇതുമായിട്ട് എന്താണ് ബന്ധം? ഒരാളൊരു തെറ്റ് ചെയ്യുമ്പം അയാളുടെ പേഴ്സണലായിട്ടുള്ള മറ്റ് കാര്യങ്ങളല്ല, അയാളുടെ ബോഡി ഫീച്ചേഴ്സ്, അയാളുടെ സംസാര ശൈലി, ഇതൊന്നും വെച്ചിട്ടല്ല അതിനെ തിരുത്തേണ്ടത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാളൊരു പ്രവൃത്തി ചെയ്താൽ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്താണ്, അതുകൊണ്ടുള്ള ദോഷം എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം, ആ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടാണ് നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളുടെ ബോഡി ഫീച്ചേഴ്സ് വെച്ചിട്ടോ അയാളുടെ മറ്റ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടോ അല്ല. അതുപോലെ വേറൊരു ഗെയിമറാണ് നോറ. വളരെ വളരെ ചെറിയ സിറ്റുവേഷൻസിൽ മാത്രമേ നോറ ഒരു നല്ല ഗെയിം പുറത്തെടുക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഒരു കാര്യമായിട്ടുള്ളൊരു ഗെയിമൊന്നും നോറ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആസ് എ ഗെയിമർ. പക്ഷേ നോറയുടെ ആ ഒരു ഗെയിം കളിക്കത്തില്ലാത്ത ആ ഒരു ഇതിനെ ആൾക്കാർ ക്രിട്ടിസൈസ്
മെസ്സേജ് ചെയ്യുന്നത് നോറ ഇങ്ങനെ ഗെയിം കളിക്കുന്നില്ല, നോറ ഗെയിം കളിക്കുന്നില്ലാത്ത എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നോറ ഇങ്ങനെ കളിക്കുമായിരുന്നെങ്കിൽ നോറ നല്ലൊരു ഗെയിമർ ആയിരുന്നേനെ എന്നല്ല. പകരം നോറയുടെ സൗണ്ട് അങ്ങനെയാണ്, നോറയുടെ തലമുടി അങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഡിവോഴ്സ് ചെയ്യാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് ഒരു ഒട്ടും ലോജിക്കലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ജാസ്മിൻ ആണെങ്കിലും നോറയാണെങ്കിലും അതിനകത്തുള്ള കണ്ടസ്റ്റൻസ്, ഈ പറഞ്ഞ ജിൻഡോ ഒക്കെ, അവരൊക്കെ ആരാണെങ്കിലും അവർ അതിനുള്ളിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പുറം ലോകവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ അവരെ പറ്റിയിട്ടുള്ള റൂമേഴ്സും അവർ പറഞ്ഞിട്ടുള്ള അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും മെസ്സേജുകളും കോളുകളും അനാവശ്യമായ ഡിസ്കഷൻസ് പുറത്ത് നടത്തുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളെ കഴിഞ്ഞും തരം താഴ്ന്ന ഒരു എന്താണ് നമ്മൾ കൾച്ചർ എന്നൊക്കെ പറയില്ല, അതില്ലാത്ത ആൾക്കാർ വേറെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവം. അപ്പം ഈ കുറേയധികം യൂട്യൂബേഴ്സ് ഉണ്ട് ജാസ്മിൻ 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 ചെയ്ത കുറ്റം, ജാസ്മിൻ്റെ കാമുകന്മാർ പറഞ്ഞത്, ജാസ്മിൻ്റെ കാമുകന്മാരുടെ റെക്കോർഡ്. ആക്ച്വലി ഈ പറഞ്ഞ ഓഫ് കോഴ്സ് ഈ ജാസ്മിനോട്ട് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ആളുടെ അവരുടെ വീട്ടുകാരുടെ സിറ്റുവേഷൻസ് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ പറയുന്ന കുറേ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ കാരണം തന്നെയാണ് അവർക്ക് ഇത്രയധികം ഒരു പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയട്ടെ, ജാസ്മിനുമായിട്ട് കമ്മിറ്റഡ് ആണ് എന്നത് വെച്ച് ജാസ്മിന് വേറൊരു ബന്ധത്തിലേക്ക് പോകാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. ജാസ്മിൻ ഇന്ത്യയിലെ ഒരു പൗരനാണ്, എല്ലാ അവകാശങ്ങളും എല്ലാ കടമകളും ഉള്ളൊരു പൗരനാണ്. അപ്പം ജാസ്മിന് 18 വയസ്സ് കഴിഞ്ഞ ഒരു മുതിർന്ന ഒരാളും കൂടെയാണ്, എല്ലാ അവകാശങ്ങളും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏത് ആളോടുകൂടെ റിലേഷനിലാകണം, അല്ലെങ്കിൽ ഒരാളുമായിട്ടുള്ള റിലേഷൻ ഇടയ്ക്ക് അയാൾ തനിക്ക് പറ്റിയ ആളല്ല എന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ഒരു അവകാശം ജാസ്മിനുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിചാരിക്കുന്നത് ഒരു റിലേഷൻ അതിനകത്തു നിന്ന് പുറത്തു വരുന്ന ആൾക്കാരെന്തോ മോശമാണെന്നാണ്. അല്ല, നമുക്ക് ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വഭാവം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ചിന്തകൾ, അയാളുടെ പ്രവൃത്തികൾ അതൊന്നും നമ്മളുമായിട്ട് യോജിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷനിൽ നിന്ന് പോകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പുതിയൊരു റിലേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ, അത് സക്സസ്ഫുള്ളി പോകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചിന്തയില്ലാതെ എടുത്ത് ചാടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം വീണ്ടും ഞാൻ പറയുന്നു, ഇപ്പം ബിഗ് ബോസിനകത്തുള്ള ആൾക്കാരെ പറ്റി പുറത്ത് റൂമേഴ്സും ഹെയ്റ്റും സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള എൻ്റെ ബിഗ് ബോസ് അനാലിസിസ് വീഡിയോയിലും തീർച്ചയായും ഞാൻ ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസിനെയും പറ്റിയും സംസാരിക്കും, എല്ലാവരുടെ ഗെയിംസിനെയും പറ്റിയും സംസാരിക്കും. പക്ഷെ ഞാനതൊരിക്കലും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ല ഞാൻ അവരുടെ ഗെയിം അനലൈസ് ചെയ്യുക. കാരണം എനിക്കതിലുള്ള ആരെയും പേഴ്സണലി അറിയാവുന്ന ആൾക്കാരല്ല. അപ്പം പുറത്തു നിന്ന് നോക്കുന്ന ആ ഗെയിം നോക്കിക്കാണുന്ന ഒരു സാധാരണ ഓഡിയൻസ് എന്നുള്ള നിലയിലാണ് ഞാൻ ആ ഗെയിമിനെ നോക്കിക്കാണുന്നതും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിനു മുമ്പുള്ള സീസൺസ് ഞാൻ കണ്ടത് വെച്ചിട്ട് ഓരോ ആൾക്കാരുടെയും ഗെയിം ഞാൻ അനലൈസ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് തോന്നുന്നത്. അപ്പം ചില സിറ്റുവേഷനിൽ ഒരാൾ കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് അതൊരു മെൻ്റൽ ഗെയിമാണെന്ന് എനിക്ക് തോന്നിപ്പോകും. പക്ഷേ വേറൊരാൾക്ക് അത് അങ്ങനെ തോന്നണമെന്നില്ല. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ്സ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരുപോലെയല്ലോ. നമ്മൾ അനുഭവിച്ച സിറ്റുവേഷൻസും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഓരോ കാര്യത്തിനെയും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മുതലെടുത്ത് നെഗറ്റീവ് കണ്ടൻറ്റ് അവരെ പറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ ഗിൽറ്റ് ഫീൽ ചെയ്യണം. അങ്ങനെ ഗിൽറ്റ് ഫീൽ ചെയ്തെങ്കിൽ നിങ്ങളൊരു ക്രൈം ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിമിനലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.